നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കിങ്സ് 11 പഞ്ചാബും അതുപോലെ മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള IPL മാച്ചിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. വളരെയധികം സൂപ്പർ സ്റ്റാർ റേറ്റഡ് ടീമാണ്. ഹൈ സ്കോറിംഗ് ആയിരിക്കും. കാരണം രണ്ട് ടീമിലും സ്കോർ ചേസ് ചെയ്യാനാണെങ്കിലും സ്കോർ വാരിക്കൂട്ടാനാണെങ്കിലും ഒത്തിരിയധികം ബാറ്റ്സ്മാൻ ഉണ്ട്. സോ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും. സോ ഒത്തിരിയധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. IPL നടക്കുന്ന ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആകാൻ പോകുന്ന ഒരു ഫാന്റസി ആപ്പിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ദാറ്റ് ഈസ് മൈ 11 സർക്കിൾ ആപ്പ്. ഇതിന്റെ ഒരു യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ആയിട്ടുള്ള റാഷിദ് ഖാൻ, സൗരവ് ഗാംഗുലി അതുപോലെ വാട്സണുമായിട്ടൊക്കെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ടീമിൽ നിന്നുമായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് 11 ഇടുക, കളിക്കുക വളരെ ഈസിയാണ്. ഇനി ദാദയുടെ ടീമുമായിട്ട് വരുന്നുണ്ട് ഇന്ത്യൻ T20 ലീഗ് കളിക്കാൻ വേണ്ടി. സോ ദാദയുടെ ടീമിനെ നമ്മൾ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ദ ക്യാഷ് ആണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ ഓരോ ആഴ്ചയും ഒരാൾക്ക് 1 കോടി കിട്ടാനുള്ള അവസരം വേറെയുണ്ട്. പിന്നെ ഇതാണ് റീസെന്റ് നടന്ന മാച്ചസിന്റെ 1 crore വിന്നേഴ്സ്. പിന്നെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. വളരെ ഈസിയാണ്, സെക്യൂറുമാണ്. നമ്മുടെ ഫസ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1500 രൂപയുടെ ക്യാഷ് ബോണസ് ആണ്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഓഫറാണ്. അതായത് ഫസ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് 20% ക്യാഷ് ബാക്ക് ആണ്. സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻ കമന്റിലും ഉള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് IPL കളിച്ച് നേടാം. സോ ഇന്ത്യൻ T20 ലീഗ് IPL ഒരു നെയിൽ ബാറ്റിംഗ് ഫിനിഷാണ് എല്ലാ മാച്ചും തന്നുകൊണ്ടിരിക്കുന്നത്. മുംബൈയും പഞ്ചാബാണ് മോസ്റ്റ് ത്രില്ലിംഗ് എൻകൗണ്ടേഴ്സും നമുക്ക് തന്നിട്ടുള്ളത്. മുംബൈ ലാസ്റ്റ് ബാംഗ്ലൂരിൻ്റെ കൂടെ കളിച്ചപ്പോൾ ഏറ്റവും ഒരു എന്താ പറയുക സൂപ്പർ ഓവറിലേക്ക് തന്നെ പോയി. ദ ലൈക്സ് ഓഫ് കിരൺ പോളാർഡ് ആൻഡ് ഇഷാൻ കിഷൻ ഒത്തിരി അധികം നല്ല രീതിയിൽ പവർ ഹിറ്റിംഗ് ആയിരുന്നു. സോ പവർ ഹിറ്റിംഗിൻ്റെ അങ്ങ് അറ്റം കാണാൻ പറ്റുന്ന മാച്ചസ് ആണ് മുംബൈയുടെയും അതുപോലെ തന്നെ പഞ്ചാബിൻ്റെയും. ഇനി മുംബൈയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ലോസ് ആണ് അവർക്ക് 3 ഗെയിംസിലായിട്ട് ഉണ്ടായിരിക്കുന്നത്. സോ 5th സ്പോട്ടിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അവരുടെ ബാലൻസ് കഴിഞ്ഞ മാച്ചിൽ ജയിക്കേണ്ട ഒരു മാച്ചായിരുന്നു. കാരണം ഒട്ടും കിട്ടത്തില്ല എന്നൊരു മാച്ച് അവർ എത്രയധികം അടുപ്പിച്ചു. സോ ഇങ്ങനത്തെ ഒരു ടീമിന് ബാലൻസ് വളരെയധികം കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ അവർ തന്നെയായിരിക്കും ഈ ഒരു മാച്ചിൽ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് വിന്നിന് വേണ്ടി. അതറിൻ്റെ നോക്കുകയാണെങ്കിൽ പഞ്ചാബ് 2 ഹാർട്ട് ബ്രേക്കിംഗ് ലോസസ് ആണ് അവർക്ക്. ഒരു വിൻ മാത്രമാണ് അവർക്കുള്ളത് 3 മാച്ചിൽ നിന്ന്. ഇനി മുംബൈയുടെ ലാസ്റ്റ് ഗെയിം പോലെ തന്നെ അവരും ഫസ്റ്റ് ഗെയിം ഡൽഹിയുടെ സൂപ്പർ ഓവറിൽ തന്നെയാണ് തോറ്റത്. ഇനി ഷാർജയിൽ ഒത്തിരിയധികം ബൾക്ക് ഓഫ് ദ റൺസ് സ്കോർ ചെയ്തെങ്കിലും അവരുടെ ഹയസ്റ്റ് സക്സസ്ഫുൾ റൺ ചേസ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ. സോ അതൊരു ഡിഫീറ്റ് ആയിരുന്നു. ഇനി അവരുടെ ബെസ്റ്റ് ഓപ്പണിംഗ് പെയർ ആണ് ഇൻ ദ ടൂർണമെന്റ് സോ ഫാർ. ഒന്നും പറയാനില്ല, KL രാഹുലിന്റെയും മയങ്കിന്റെയും അൺബിലീവബിൾ പെർഫോമൻസ് ആണ്. ഇനി അതുപോലെ തന്നെ അവരുടെ സ്പിൻ യൂണിറ്റും അതുപോലെ തന്നെ ടോപ്പ് നോച്ചിലാണ്. സോ പവർ പാക്കഡ് മിഡിൽ ഓർഡർ മുംബൈയും അതുപോലെ തന്നെ ടോപ്പ് ഓർഡർ കിങ്സ് 11 പഞ്ചാബിൽ നിന്നുള്ള മാച്ച് ആയിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. ഇനി ന്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നതൻ കോൾട്ടർനൈറ്റിലിന്റെ സൈഡ് സ്ട്രെയിൻ ഫുള്ളി റിക്കവർ ആയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഷുവർട്ടി ഇല്ല. സോ മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്വാഡിലേക്ക് പുള്ളി ഡയറക്റ്റ് എൻട്രി ആവും വൺസ് ഹി ഈസ് ഫിറ്റ്. സോ എന്തായാലും വന്നു കഴിഞ്ഞാൽ ജെയിംസ് പാറ്റിൻസൺ ആയിരിക്കും എന്തായാലും റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ടു ഇംപ്രൂവ് ദ ബൗളിംഗ് ആൻഡ് ലോ ഓർഡർ ഹിറ്റിംഗ്. സ്ട്രാറ്റജിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 12 ബോളിൽ ഡെത്ത് ഓവറിൽ IPL ഈ ഒരു സീസൺ എറിഞ്ഞതിൽ 3 of the 4 ഹയസ്റ്റ് എക്കണോമി റേറ്റ്സ് വന്നിരിക്കുന്നത് കിങ്സ് 11 ബൗളേഴ്സ് എന്നാണ്. ഫസ്റ്റ് വൺ ക്രിസ് ജോർഡൻ, ഷെൽഡൻ കോട്രൽ, മുഹമ്മദ് ഷാമി. ജോർഡൻ കിങ്സ് 11 സീസൺ ഓപ്പറിന് ശേഷം പിന്നെ കളിച്ചിരുന്നില്ല, പക്ഷെ കോട്രൽ ഓൾ ദ മാച്ചസ് കളിച്ചിട്ടുണ്ട്. ന്യൂ ബോൾസിൽ നല്ല രീതിയിൽ വിക്കറ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ ഡെത്ത് ബൗളിങ്ങിൽ വളരെയധികം പോറാണ്. ഇനി ഒരു പോസിബിൾ ചേഞ്ച് കോട്ടലിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മുജീബ് വരാൻ ചാൻസ് ഉണ്ട് കോട്ടലിന് വേണ്ടി. ആ ഒരു ചാൻസാണ് ഞാൻ കാണുന്നത്. ഷാമി എന്താണെങ്കിലും ഇത്രയധികം റൺ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി വിക്കറ്റ് എടുക്കുന്നുണ്ട്, ഡെത്തിലാണെങ്കിൽ വിക്കറ്റ് എടുക്കുന്നുണ്ട്. ഷാമിക്ക് എന്തായാലും ചേഞ്ച് ഒന്നും വരത്തില്ല. ബട്ട് കോട്ടലിന്റെ കാര്യത്തിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. സോ 3 അൺക്യാപ്ഡ് ഫാസ്റ്റ് ബൗളേഴ്സ് അവരുടെ സ്ക്വാഡിലുണ്ട്. അഷ്ദീപ് സിംഗ്, ഇഷാൻ പോറൽ ആൻഡ് ദർശൻ നൽകണ്ടെ. പിന്നെ മുരുകൻ അശ്വിന് പകരം ഇവരാരെങ്കിലും കളിക്കാനും ചെറിയൊരു ചാൻസ് ഉണ്ട്. ഇനി പോറലിനെ സംബന്ധിച്ചുള്ള ഇഷാൻ പോറൽ ഹൈലി റേറ്റഡ് ഇന്ത്യൻ ക്യൂക്സ് ആണ്. സോ ഒരുപാട് ഇന്ത്യൻ ക്യൂക്സ് ഇപ്പോൾ നമ്മുടെ ഡീഫോൾട്ട് എല്ലാ IPLലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇഷാൻ പോറലിനും ഒരു ചാൻസ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി മുജീബ് പവർ പ്ലേയിലെ ഒരു ബൗളർ തന്നെയാണ്. നോർമലി പവർ പ്ലേയിൽ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഡെത്തിൽ യൂസ് ചെയ്യാറുണ്ട്. ടിപ്പിക്കൽ ഒരു സ്പിൻ ബോൾ എന്നുള്ള രീതിയിൽ മിഡിൽ ഓവേഴ്സിലല്ല യൂസ് ചെയ്യുന്നത്. എല്ലാ ക്യാപ്റ്റൻസും പവർ പ്ലേയിലും അതുപോലെ തന്നെ എൻഡ് ഓഫ് ദ ഇന്നിങ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 ഡെത്ത് ഓവറാണ് അറിഞ്ഞിരിക്കുന്നത് 14 T20 ഗെയിമിന്, കൺസീഡിങ് 6.9 പെർ ഓവർ. എക്കണോമി റേറ്റ് നിങ്ങൾ നോക്കുക,
സോ മുജീബ് ഓൾറൗണ്ടർ നീഷാമിന് പകരവും വരാൻ ചാൻസ് ഉണ്ട്. കാരണം നീഷാം പ്രത്യേകിച്ച് ടീമിൽ ഒരു ബെനിഫിറ്റും കാണാത്തതുകൊണ്ട് തന്നെ നീഷാമിനെ മാറ്റാനും ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിങ്സ് 11ന്റെ ബാറ്റിംഗ് ഡെപ്ത് ഡൗൺ ആവും. സോ എല്ലാം ക്യാപ്റ്റനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്താണ് വേണ്ടതെന്നുള്ളത്. കൃണാൽ പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന്റെ കീ പെർഫോമൻസിൽ ഒരാളാണ്, ആർക്കും സംശയമൊന്നുമില്ല, ബാറ്റ് ആണെങ്കിലും ബൗൾ ആണെങ്കിലും. പക്ഷേ ഫോം ഒത്തിരിയധികം ഡിപ്പായിട്ടുണ്ട്. IPLന്റെ ഫിനിഷിംഗ് മുതൽ, IPLന്റെ 2019 സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 122 റൺസ് മാത്രമാണ് സ്കോർ ചെയ്തിരിക്കുന്നത് 12 ഇന്നിംഗ്സിൽ നിന്ന്. അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് ലെസ് ദാൻ 107, 6 വിക്കറ്റ് മാത്രം എടുത്തിരിക്കുന്ന ആ 16 ഇന്നിംഗ്സിൽ നിന്ന്. കൺസീഡ് ചെയ്തിരിക്കുന്ന 8 റൺസ് പെർ ഓവർ എന്നാണ്. സോ നത്തിങ് ഈസ് ഫേവറേറ്റ് പുള്ളിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ. ഇനി ഹാർദിക് മുന്നത്തെ പോലെ ബൗൾ ചെയ്യുന്നില്ല ഡ്യൂ ടു ദാറ്റ് ഇഞ്ചുറി, ആഫ്റ്റർ ഇഞ്ചുറി. അപ്പോൾ മാർക്കിലോട് അധികം കൂട്ടുന്നുമില്ല. സോ മുംബൈ ഇന്ത്യൻസ് കൃണാലിന് പകരം ഒരു സ്പിന്നർ, അതായത് അൻകുൽ റോയ് എന്ന് പറഞ്ഞൊരു ടാലന്റഡ് ലെഫ്റ്റ് ആം സ്പിന്നർ ഉണ്ട്. ലൈക്ക് ടു ലൈക്ക് ഓപ്ഷനാണ് കൃണാൽ പാണ്ഡ്യ പോലെ. സോ കൃണാൽ പാണ്ഡ്യയ്ക്ക് പകരം അൻകുൽ റോയ് കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോട്ട് ഷുവർ, ചിലപ്പോൾ ചാൻസ് ഉണ്ട്. സ്റ്റാറ്റ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്പ്രീത് ബുംറയുടെ ഡെത്ത് ഓവേഴ്സ് എക്കണോമി റേറ്റ് സീസൺ എന്ന് പറഞ്ഞാൽ 14.6 ആണ്. സോ സിഗ്നിഫിക്കൻറ്റ്ലി ഹയർ ദാൻ ദ വേൾഡ് ക്ലാസ് 7.8 ഹി ഫിനിഷ് ലാസ്റ്റ് സീസൺ. ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ 7.8ഉം ഇത്തവണ 14.6 ആണ്. സോ ഈ ഒരു സീരീസിൽ എത്രത്തോളം ഔട്ട് ഓഫ് ഫോം എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. സോ ലിറ്റിൽ റെസ്റ്റി ആണ്, പാൻഡമിക് ബ്രേക്കും കൂടിയാണ്. ഇനി അതിന് മുന്നേ ഇഞ്ചുറിക്ക് മുന്നേ തിരിച്ചു വന്നപ്പോഴും ചെറിയ റെസ്റ്റി ആയിരുന്നു. പിന്നെ അതിനുശേഷം പാൻഡമിക്കിൻ്റെ ബ്രേക്ക് ഉണ്ട്. സോ മൊത്തത്തിൽ റെസ്റ്റി ഫീലാണ്. ഇനി റോയൽ ചലഞ്ചേഴ്സിനെതിരെ 42 റൺസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി ആറാമത്തെ പ്രാവശ്യം മാത്രമാണ് പുള്ളി 10 അതിലും മുകളിലോ എക്കണോമി റേറ്റിൽ ബൗൾ ചെയ്തിരിക്കുന്നത് സിൻസ് 2017 സീസണിൽ. ഇനി മുംബൈ ഇന്ത്യൻസ് ആ 6 എണ്ണത്തിൽ 5 എണ്ണം തോറ്റിട്ടുണ്ട്. കാരണം ബുംറയുടെ സാന്നിധ്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ ഒരു സ്റ്റാറ്റിൽ തന്നെ മനസ്സിലാവും. ബുംറ ഫോം ആണെന്നുണ്ടെങ്കിൽ മുംബൈ ജയിക്കും. ഇനി ഏതൊക്കെ ടൈമിലാണോ 10 ഓവറിൽ കൂടുതൽ കൺസിഡർ ചെയ്തിരിക്കുന്നത് പാസ്റ്റ് ബുംറ ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ. ഇനി എല്ലാ മാച്ചും പുള്ളി കളിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദ 5 പ്രീവിയസ് എക്സ്പെൻസീവ് ഡിസ്പ്ലേസ് പുള്ളി തിരിച്ചു വന്നിട്ടുണ്ട്. കുമുലേറ്റീവ്ലി ടേക്കൻ 11 വിക്കറ്റ്സ് അറ്റ് ആൻ ആവറേജ് ഓഫ് 11.6, കൺസിഡറിങ് ഓൺലി 6 റൺസ് പെർ ഓവർ. അപ്പോൾ പുള്ളിക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി അതിൽ 3 ബൗൺസ് ബാക്ക് പെർഫോമൻസ് ഉണ്ട് എഗൻസ്റ്റ് കിങ്സ് 11 പഞ്ചാബ്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. സോ കിങ്സ് 11 പഞ്ചാബ് ബുംറയുടെ ഫേവറേറ്റ് IPL ഒപ്പോണന്റ് ആണ്. ബെസ്റ്റ് ആവറേജ് എന്ന് പറഞ്ഞാൽ 20.3ഉം എക്കണോമി റേറ്റ് 6.5 ആണ് എഗൻസ്റ്റ് ദം. KL രാഹുൽ പക്ഷേ ബുംറയ്ക്കെതിരെ ബാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ്. 82 റൺസാണ് 61 ബോൾസ് എന്ന T20 ക്രിക്കറ്റിന് ഒരു പ്രാവശ്യം മാത്രമാണ് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രാഹുലിന് എക്സലന്റ് റെക്കോർഡാണ് മുംബൈക്കെതിരെ, സ്കോറിംഗ് 289 റൺസാണ് 4 ഇന്നിംഗ്സിൽ നിന്ന് സിൻസ് IPL 2018. ആവറേജ് എന്ന് പറഞ്ഞാൽ 144.5, മൈ ഗോഡ്, ആൻഡ് സ്ട്രൈക്കിംഗ് റേറ്റ് അറ്റ് 144. സോ ഈ ഒരു 4 ഇന്നിംഗ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250ഉം അതൊരു 100 ഉണ്ട്. സോ എക്സലന്റ് റെക്കോർഡാണ് അഗൻസ്റ്റ് മുംബൈ. ഇനി രാഹുലും മയങ്ക് അഗർവാളും ആഡ് ചെയ്തിരിക്കുന്നത് 30, 57 ആൻഡ് 183 ആണ്. കിങ്സ് 11ന്റെ ലാസ്റ്റ് 3 സീസണിൽ നമ്മൾ നോക്കി, ലാസ്റ്റ് 3 മാച്ചസ് ദിസ് സീസൺ. ഈ ഒരു സീസണിൽ പാർട്ട്ണർഷിപ്പ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം വാല്യുബിൾ ആണ് ഈ ഒരു ഇന്നിംഗ്സിൽ. സോ ടീമിന്റെ 76% ഓഫ് ദ റൺസ് സ്കോർ ചെയ്തിരിക്കുന്നത് രാഹുലും മയങ്ക് അഗർവാളാണ്. സോ ഇവരുടെ ടീം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് രാഹുലും മയങ്ക് അഗർവാളാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ മിഡിൽ ഓർഡർ ഇതുവരെയും ടെസ്റ്റ് ചെയ്തിട്ടില്ല. സോ അവരുടെ ഓപ്പണിംഗ് പെയർ എന്ന് പറഞ്ഞാൽ ഏതൊരു ടീമിനും ടഫാണ് ബൗൾ ചെയ്യാനായിട്ട്. കാരണം അവർക്ക് ഒത്തിരിയധികം സ്ട്രെങ്സ് ഉണ്ട് മാച്ചപ്പ് ചെയ്യാനായിട്ട്. എഗൻസ്റ്റ് പേസ് ആണ് രാഹുൽ കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് 169, 3.8 ബോൾസിൽ ഒരു ബൗണ്ടറി എന്നുള്ള രീതിയിലാണ് രാഹുൽ അടിക്കുന്നത്. എഗൻസ്റ്റ് സ്പിന്ന് സ്ട്രൈക്ക് റേറ്റ് ഓൺലി 117 ആണ്. അതുപോലെ സ്പിന്നെതിരെ 8.8 ബോൾസിലാണ് ഒരു ബൗണ്ടറി എന്നുള്ള റേറ്റ്. സോ ബെറ്റർ സ്ട്രൈക്ക് റേറ്റ് പേസ് ബൗളേഴ്സിനാണ് എതിരെയാണ് രാഹുലിന്. പക്ഷേ അഗർവാൾ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഇനി 163 പേസിനെതിരെയുള്ള ബൗളിംഗ് മീൻസ് ഹിറ്റിംഗ് അറ്റാക്ക്. അപ്പോൾ 4.1 ബോൾസിൽ ഒരു ബൗണ്ടറി എന്നുള്ള രീതിയിലാണ് മയങ്ക് അടിക്കുന്നത് എഗൻസ്റ്റ് പേസ്. പക്ഷേ 196 ആണ് എഗൻസ്റ്റ് സ്പിൻ ആണ്, എഗൻസ്റ്റ് സ്പിൻ വൈൽ ഹിറ്റിംഗ് എ ബൗണ്ടറി എവറി 4 ബോൾസ്. സോ രണ്ട് രീതിയിൽ ഈക്വൽ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അഗർവാൾ കുറച്ചും കൂടെ ബെറ്റർ ആണ് രാഹുലിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഹിറ്റിങ്ങിന്റെ കാര്യത്തിൽ. ഇനി രാഹുലിന്റെ പെർഫോമൻസ് എഗൻസ്റ്റ് സ്പിന്ന് ഒരു ചെറിയ കൺസേൺ ആണ്, പർട്ടിക്കുലർലി ആഫ്റ്റർ ദ പവർ പ്ലേ. കാരണം പുള്ളിയുടെ എക്സലന്റ് സ്ട്രൈക്ക് റേറ്റ് 250 ആണ് ആൻഡ് അറ്റ് ബൗണ്ടറി റേറ്റ് എഗൻസ്റ്റ് സ്പിൻ വിത്ത് ഫീൽഡ് റെസ്ട്രിക്ഷൻ ഇൻ പ്ലേസ്. ഫീൽഡ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് 252 ആണ്. പക്ഷേ ഫീൽഡ് റെസ്ട്രിക്ഷൻ ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 121 ആണ് സ്ട്രൈക്ക് റേറ്റ്. അതിന് മുന്നേ ഒരു 2.5 ബോൾസിൽ ബൗണ്ടറി അടിക്കുന്ന ആള് പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷം 10.7 ബോൾസിലാണ് ഒരു ബൗണ്ടറി എന്നുള്ള റേറ്റ്. ഇനി രോഹിത് ശർമ്മ 2 റൺ ഷോർട്ട് ഓഫ് 5000 ദിസ് IPL.
ലൈക്ലി 11ന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മ, ക്വിന്റൺ ഡിക്കോക്ക്, സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, കിരൺ പൊള്ളാർഡ്, ഹാർദിക് പാണ്ഡ്യ, കൃണാൽ പാണ്ഡ്യ, ജെയിംസ് പാറ്റിൻസൺ ഓർ നതൻ കൂൾട്ടർനെയിൽ, രാഹുൽ ചഹർ, ട്രെന്റ് ബോൾട്ട്, ജാസ്പ്രീത് ബുംറ. കിങ്സ് 11 നോക്കുകയാണെന്നുണ്ടെങ്കിൽ KL രാഹുൽ, മയങ്ക് അഗർവാൾ, കരുൺ നായർ, ഗ്ലെൻ മാക്സ്വെൽ, നിക്കോളാസ് പൂറാൻ, ജെയിംസ് മീശാം, സർഫറാസ് ഖാൻ, രവി ബിഷ്ണോയ്, മുരുകൻ അശ്വിൻ, ഷെൽട്ടൺ കോട്രൽ, മുഹമ്മദ് ഷാമി. സോ സ്ക്വാഡ് ഡീറ്റെയിലിന് പോകുന്നതിന് മുമ്പേ നമുക്ക് നേരെ ഒരു ടീമിന്റെ ബേസിലേക്ക് പോവാം. സോ ടീമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വിക്കറ്റ് കീപ്പർ സെക്ഷനിൽ ഡോഗേഷ് ഡാവിനെ ഇട്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാറ്റിംഗ് ഹീറോ ആയിട്ടുള്ള ഇഷാൻ കിഷനെ ഇട്ടിട്ടുണ്ട്. ഇഷാൻ കിഷനെ ഇടാൻ്റെ കാര്യം എനിക്ക് ക്വിന്റൺ ഡിക്കോക്കിനെ ഇടാൻ തന്നെയാണ് ആഗ്രഹം. കാരണം ക്വിന്റൺ ഡിക്കോക്ക് പ്രോബബ്ലി കളിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം കുറേ നാളത്തേക്ക് ശേഷം കളിക്കാനായിട്ട് നല്ലൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ക്രെഡിറ്റിൻ്റെ ഇഷ്യൂസ് ഒത്തിരി അധികം ഉള്ള മാച്ചാണ്. സോ ഞാൻ ഒരിക്കലും നിങ്ങൾ SL കളിക്കാനായിട്ട് പറയത്തില്ല. കാരണം ഒത്തിരി അധികം ക്രെഡിറ്റ് ഇഷ്യൂസ് ഉണ്ട്. നല്ല പ്ലേയേഴ്സിനൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല. സോ ഞാനിവിടെ തൽക്കാലം ഇഷാൻ കിഷനിലാണ് പോകുന്നത്. നിങ്ങൾക്ക് നിക്കോളാസ് പൂറാനും അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇഷാൻ കിഷൻ്റെ ബാറ്റിംഗ് പൊസിഷനും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഇഷാൻ കിഷനെ പ്രിഫർ ചെയ്യുന്നത്. ഇനി രോഹിത് ശർമ്മ ആർക്കും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ബാറ്റ്സ്മാൻ ആണ്. എത്രത്തോളം ഹിറ്റ് ഓർ മിസ് എന്നുള്ള ഒരു ടൈപ്പ് പ്ലെയർ. ഹിറ്റ് ഓർ മിസ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ പുള്ളി ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് ഫ്ലോപ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ബട്ട് രോഹിത് ശർമ്മയുടെ ആ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും രോഹിത് ശർമ്മയെ ഇവിടെ SL ടീമിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ മയങ്ക് അഗർവാൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ പ്രോബ്ലി ഇവർ രണ്ടുപേരും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാറ്റിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മയങ്ക് അഗർവാളും രാഹുലും കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കരുൺ നായറിനെ പോലത്തെ ബാറ്റ്സ്മാൻ ഒന്നും ചാൻസ് കിട്ടുന്നില്ല. സോ ഞാൻ ഇവിടെ എന്തായാലും സൂര്യകുമാർ യാദവിനെയാണ് ബാറ്റിംഗ് എടുത്തിരിക്കുന്നത്. കരുൺ നായരും സർഫറാസ് ഖാനും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതൊക്കെ ബാറ്റിംഗ് സിനാരിയോ ടോപ്പ് ഓർഡർ കൊളാപ്സ് വരുമ്പോൾ മാത്രമേ യൂസ്ഫുൾ ആയിട്ടുള്ളൂ. ഓൾറൗണ്ടേഴ്സിൽ ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിരൺ പൊള്ളാർഡിനെയും അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെലിനെയാണ്. ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കിരൺ പൊള്ളാർഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി സ്കോർ ചേസ് ചെയ്യുമ്പോൾ കിരൺ പൊള്ളാർഡിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം ക്രൂഷ്യലാണ്. സോ ഇതനുസരിച്ച് നിങ്ങൾ പൊള്ളാർഡിനെ ആഡ് ചെയ്യോ റിലീസ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം പൊള്ളാർഡിനെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ ഒരു ഹിറ്റ് അവേ ആണ് ഫോം തിരിച്ചു പിടിക്കാനായിട്ട്. സോ ഗ്ലെൻ മാക്സ്വെലിനെ ഞാൻ ബാക്ക് ചെയ്യുന്നു. പിന്നെ ഹാർദിക് പാണ്ഡ്യ എനിക്ക് ഇടണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം പുള്ളി ചെറിയ രീതിയിൽ ഫോമിലേക്ക് എത്തുന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ക്രെഡിറ്റിന് ഇഷ്യൂസ് ഉണ്ട്. ജിമ്മി നിഷ്മാൻ പ്രോബ്ലി ഒന്നും ചെയ്യുന്നില്ല ടീമിൽ. ഇപ്പോൾ ബൗളിങ്ങിനാണെങ്കിൽ ഒരു വിക്കറ്റ് എടുത്തില്ല എന്ന് പറയുന്നില്ല. ബട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സോ ജിമ്മി നിഷ്മാൻ നിങ്ങൾക്ക് GL വേണമെങ്കിൽ ഇടാം. ഞാൻ ഒരിക്കലും SL പ്രിഫർ ചെയ്യത്തില്ല. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ ഹൈലി ഔട്ട് ഓഫ് ഫോം ആണ്. നിങ്ങൾക്ക് GL മാത്രം ട്രൈ ചെയ്യാനുള്ള പ്ലെയറാണ് കൃണാൽ പാണ്ഡ്യ. സോ പ്രോബ്ലി ഓൾറൗണ്ടേഴ്സിൽ ഈ രണ്ടുപേരെ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ ബൗളേഴ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഷാമി കൺസിസ്റ്റന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാ ടീമിലും ഇടാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മുഹമ്മദ് ഷാമി. അതുപോലെ തന്നെ ട്രെന്റ് ബോൾട്ടും ബുംറയെക്കാളും ഒക്കെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത്. കാരണം ബുംറ ഔട്ട് ഓഫ് ഫോം എന്നുള്ള ടൈപ്പിൽ നിൽക്കുകയാണ്. ഷെൽട്ടൺ കോട്രൽ വിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിലും ഒരുപാട് റൺസ് പോകുന്നുണ്ട്. ബട്ട് ഷെൽട്ടൺ കോട്രൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ കാരണം വിക്കറ്റ്സിന് കിട്ടുന്ന പോയിന്റ്സ് ഇപ്പോൾ 2 അടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എക്കണോമിയുടെ -6 പോയിരിക്കും. പക്ഷേ വിക്കറ്റിന് 25ഓളം പോയിന്റ്സ് കിട്ടുന്നുണ്ട്. സോ ഷെൽട്ടൺ കോട്രൽ നിങ്ങൾക്ക് ന്യൂ ബോൾ ബൗളിംഗ് എന്നുള്ള രീതിയിൽ ഷെൽട്ടൺ കോട്രലിനെ ഇടാം. രാഹുൽ ചാഹർ ഹാസ് എ നേക്ക് ഓഫ് പിക്കിംഗ് വിക്കറ്റ്സ് ഇൻ ദ മിഡിൽ. സോ രാഹുൽ ചാഹറിനെ നിങ്ങൾക്ക് നല്ലൊരു പിക്കായിട്ട് എടുക്കാം. ജാസ്പ്രീത് ബുംറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രാറ്റജിയിൽ എടുത്തു പറഞ്ഞു. ബുംറ ഒരു ഹിറ്റ് അവേ ഫ്രം ഹിറ്റിംഗ് ദ ഫോം. സോ ബുംറയെ ഞാൻ ഇവിടെ ബാക്ക് ചെയ്യുന്നു. രവി ബിഷ്ണോയ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നു ആസ് എ സ്പിന്നർ. സോ രവി ബിഷ്ണോയെ ഞാൻ ഇവിടെ പ്രോബ്ലി ഇടുന്നു. ജെയിംസ് പാറ്റിൻസൺ കളിക്കാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷേ ജെയിംസ് പാറ്റിൻസൺ കഴിഞ്ഞ കളിയിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു ഓഫ് ഫോം എന്നുള്ള രീതിയിൽ പറയാനായിട്ട്. ബാക്കി 2 മാച്ചസിൽ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത്. അതുപോലെ മുരുകൻ അശ്വിനും നല്ല രീതിയിൽ തന്നെയാണ് ബൗൾ ചെയ്തിട്ടുള്ളത്. സോ ഇതെല്ലാം നിങ്ങൾക്ക് GL ഓപ്ഷനാണ്. ഞാൻ ടീം റിവ്യൂ പോകുമ്പോൾ ഈ ഒരു രീതിയിലാണ് സേഫ് ചോയ്സിൽ പോകുന്നത്. എൻ്റെ ക്യാപ്റ്റൻ KL രാഹുൽ സേഫ് ആയിട്ടുള്ള ഒരു ചോയ്സ്. വൈസ് ക്യാപ്റ്റൻ അഗർവാൾ ഉണ്ട്. ബട്ട് എപ്പോഴും ടോപ്പ് ഓർഡർ 2 പേരും കളിക്കണം നിർബന്ധമില്ല. സോ ഞാൻ വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് പോയിരിക്കുന്നത്. ഒത്തിരിയധികം ഓപ്ഷൻസ് വേറെ ഉണ്ട്. സോ ഇതാണ് എൻ്റെ ബേസ് ടീം. സ്ക്വാഡ് ഡീറ്റെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രോഹിത് ശർമ്മ പുള്ളിക്ക് 1-2 ഇങ്ങനത്തെ ഫെയിലുവേഴ്സ് ഗുഡ് ഇന്നിങ്സിനിടയിലും ഉണ്ടാവും. അത് പുള്ളിയുടെ ഫുൾ കരിയർ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ഇതേ ഒരു കരിയർ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ 3-4 ഇന്നിങ്സ് ഒക്കെ അടുപ്പിച്ച് ഫ്ലോപ്പ് ആവും. ബട്ട് ഒരിക്കലും ഔട്ട് ഓഫ് ഫോം എന്നുള്ള രീതിയിൽ എഴുതി തള്ളരുത്. സേഫ് ചോയ്സ് ആണ് ഏതൊരു ടീം എടുത്തു കഴിഞ്ഞാലും. ക്വിന്റൺ ഡിക്കോക്ക് ഇത്രയധികം മാച്ചസിൽ ഹി ഹാസൻ ഗെറ്റ് ഗോയിങ് ആസ് വുഡ് ലൈക്ക് ടു. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. പ്ലെയർ ഓഫ് സച്ച് ക്ലാസ് ഒരിക്കലും നമുക്ക് എഴുതള്ളാൻ പറ്റത്തില്ല. ജസ്റ്റ് 1 ഇന്നിങ്സ് ഫ്രം ഹിറ്റിംഗ് ഹിസ് ഫോം. ഞാൻ എടുത്തു പറയാണ്, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുക. ക്വിന്റൺ ഡിക്കോക്ക് ഒരു ഇന്നിങ്സിൽ പുള്ളി കളിച്ചിരിക്കും. ചിലപ്പോൾ ഈ ഒരു മാച്ച് ആയിരിക്കും കളിക്കാൻ പോകുന്നത്, ചിലപ്പോൾ അതിൻ്റെ അടുത്ത മാച്ച് ആയിരിക്കും. ബട്ട് 1 ഇന്നിങ്സ് ഗുഡ് ഇന്നിങ്സ് ഈസ് കമ്മിങ് ഓൺ ദ വേ. അതുപോലെ സൂര്യകുമാർ യാദവ് ക്ലാസിക് സ്ട്രോക്ക് പ്ലെയർ ആണ്. ഹീസ് ഓൺ ദ സോൺ. കാരണം പുള്ളി ഒരിക്കലും ഔട്ട് ഓഫ് ഫോം എന്നുള്ളൊരു കാറ്റഗറിയില്ല. കഴിഞ്ഞ കളിയിൽ ഫ്ലോപ്പ് ആണ്, ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് സൂര്യകുമാർ യാദവ് ക്ലാസിക് സ്ട്രോക്ക് പ്ലെയർ ആണ്. ഓൾ ദ ഷോട്ട്സ് പുള്ളിക്കുണ്ട്. എല്ലാ ടൈപ്പ് ഷോട്ട്സും പുള്ളിയുടെ ഉണ്ട്. സ്വീറ്റ് ടൈമർ ഓഫ് ദ ബോൾ ആണ്. ലാസ്റ്റ് ഒരു റയർ ഫെയിലർ ആണ്, പക്ഷേ ഹീസ് എ ബെറ്റർ ബാറ്റ്സ്മാൻ. പിന്നെ ഇഷാൻ കിഷൻ, ടാലന്റഡ് ഇഷാൻ കിഷൻ പ്രോഡ് ഹിസ് ഹിറ്റിംഗ് പവേഴ്സ് എഗെയിൻ. കാരണം എത്ര ഹിറ്റിംഗ് ആയിരുന്നു, അതും ഇത്രയും ടൈറ്റ് ആയിട്ട് ഉള്ള ഒരു ഗ്രൗണ്ടിൽ.
സോ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, കൺസിസ്റ്റൻസി, ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ആണ് ഇഷാൻ കിഷൻ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ പോലും കയറാതെ ഇങ്ങനെ നിൽക്കുന്ന ഇഷാൻ കിഷനും ഋഷഭ് പന്തും ഒരേ ടൈമിൽ അണ്ടർ 19 കളിച്ച രണ്ട് പ്ലെയേഴ്സാണ്. ഋഷഭ് പന്ത് ടീമിൽ വന്നു, അതുപോലെ ഇഷാൻ കിഷൻ വന്നില്ല. കാരണം ഇഷാൻ കിഷൻ ഡൊമസ്റ്റിക് ലെവലിൽ തന്നെ ഇൻകൺസിസ്റ്റന്റ് ആണ്. വൺ ടൈം ഇങ്ങനെ ഒരു ഇന്നിങ്സ് ഉണ്ടാവും എന്ന് വെച്ചിട്ട് നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഇത് ഉണ്ടാവണമെന്ന് വിചാരിക്കരുത്. ഉണ്ടാവാം, ചിലപ്പോൾ ഒരു പുതിയ ഇഷാൻ കിഷൻ ആയിരിക്കാം വരാൻ പോകുന്നത്. ബട്ട് പുള്ളിയുടെ ഒരു പ്രോബ്ലം ഇൻകൺസിസ്റ്റൻസി ആണ്. ബട്ട് എനിവേ ഹീസ് എ ഫ്യൂച്ചർ പ്രോസ്പെക്ട്. ഒരു GL എന്നുള്ള സിനാരിയോയിൽ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. കീരൺ പൊള്ളാർഡ് എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ ആണ്, ഡൗൺ ദ ഓർഡർ. ഏതൊരു ടാർഗറ്റും ചേസ് ചെയ്യാം കീരൺ പൊള്ളാർഡ് ക്രീസിലുണ്ടെങ്കിൽ. അതാണ് മുംബൈയുടെ തന്നെ ഒരു വിശ്വാസം. ആദ്യം പുള്ളി ഒരു 1 മുതൽ 10 വരെ ബോൾസ് കൊട്ടി ഇങ്ങനെ നിൽക്കും. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് അത് സോണിൽ എത്താൻ വേണ്ടി പുള്ളി ട്രൈ ചെയ്യുന്നതാണ്. വൺസ് ഹി ഗെറ്റ്സ് ദെയർ ദെൻ ഇറ്റ്സ് ഗുഡ് ബൈ ബൈ. ഹാർദിക് പാണ്ഡ്യ ആ ഇഞ്ചുറിക്ക് ശേഷം ഒരു ബിഗ് കംബാക്കിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ IPL പുള്ളി യൂസ് ചെയ്യുന്നത്. ബട്ട് ഇതുവരെ ക്ലിക്ക് ആയിട്ടില്ല. പുള്ളി അടിക്കുന്നുണ്ട്, പക്ഷേ ഇത്രയും ആ ഒരു ഹാർദിക് പാണ്ഡ്യ ടൈപ്പ് ഓഫ് ഇന്നിങ്സ് വന്നിട്ടില്ല. പുള്ളിക്ക് നമ്മളെക്കാളും ആഗ്രഹമുണ്ട് നല്ലൊരു പവർ പാക്ഡ് ഇന്നിങ്സ് കളിക്കാൻ വേണ്ടിയിട്ട്. സോ ഐ എം ബാക്കിംഗ് ഹിം ഫോർ എ ഗുഡ് വൺ. കൃണാൽ പാണ്ഡ്യ സ്ട്രഗ്ലിംഗ് ഫോർ സ്പിൻ. ശരിക്കും പറയാമല്ലോ, മുംബൈയുടെ ഒരു ചാൻസും കൂടെ ചിലപ്പോൾ കൊടുത്താലായി കൃണാൽ പാണ്ഡ്യയ്ക്ക്, അല്ലെങ്കിൽ അനുകുൽ റോയ് ആ പ്ലേസ് ഉറപ്പായിട്ടും കരസ്ഥമാക്കും. ഈ ഒരു ചാൻസിൽ പുള്ളി പെർഫോം ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഇത്തരം സിറ്റുവേഷനിൽ മുന്നേയും കൃണാൽ പാണ്ഡ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്തെല്ലാം നല്ലൊരു പവർ പാക്ഡ് ഇന്നിങ്സുമായിട്ട് കൃണാൽ പാണ്ഡ്യ തിരിച്ചെത്തിയിട്ടുണ്ട്. സോ നല്ലൊരു മാച്ച് ആയിരിക്കണം കൃണാൽ പാണ്ഡ്യയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. ജെയിംസ് പാറ്റിസൺ അല്ലെങ്കിൽ കുൾട്ടർനെയിൽ. ജെയിംസ് പാറ്റിസൺ ഒരല്പം എക്സ്പെൻസീവ് ആയിരുന്നു ഓൺ ദ അതർ ഡേ, ബട്ട് ഓവറോൾ ഹീസ് എ ഗുഡ് ബൗളർ, ജെന്യുവൽ വിക്കറ്റ് ടേക്കർ ആണ്. മുംബൈ ഓൾവേസ് വാണ്ട് കുൾട്ടർനെയിൽ ടു ഗെറ്റ് ഫിറ്റ്. അത് ആദ്യം തന്നെ അങ്ങനെ തന്നെയാണ്. കുൾട്ടർനെയിൽ ഫിറ്റ് ആവാത്തത് കൊണ്ടാണ്. ഹി ക്യാൻ ബാറ്റ് എനിവെയർ. ഓപ്പണിംഗ് ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുൾട്ടർനെയിൽ എടുത്ത് വിടാം. കാരണം ബിഗ് ബാഷിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുൾട്ടർനെയിലിനെ ഒരുപാട് രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ബാറ്റിങ്ങിന് വേണ്ടിയിട്ട്, പിഞ്ച് ഹിറ്റിങ്ങിന് വേണ്ടിയിട്ട്. സോ ഗുഡ് വിക്കറ്റ് ടേക്കിംഗ് ഓപ്ഷനാണ്. സോ മുംബൈ ശരിക്കും ആഗ്രഹിക്കുന്ന ഈ ഒരു ടൈപ്പ് ഓഫ്, കാരണം നമ്പർ 8 വരെ ബാറ്റിങ്ങിന് ഒരാൾ വേണം എന്നുള്ള രീതിയിലാണ് മുംബൈ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് T20. രാഹുൽ ചാഹർ ടാലന്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പിന്നറാണ്. 1-2 വിക്കറ്റ് ഒക്കെ കിട്ടുന്നുണ്ട് എല്ലാ മാച്ചിലും. ബട്ട് പുള്ളിയും അതുപോലെ തന്നെ പുള്ളിയുടെ ബെസ്റ്റിൽ എത്തിയിട്ടില്ല ഇതുവരെയും. ട്രെന്റ് ബോൾട്ട് മുംബൈ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ബൗളറാണ്, ബുംറയെക്കാളും കൂടുതൽ ഈ ഒരു സീസണിൽ. കാരണം ബുംറ ഔട്ട് ഓഫ് ഫോമിലാണ്. ബുംറ ഔട്ട് ഓഫ് ഫോം ആയതുകൊണ്ട് തന്നെ സേഫ് ചോയ്സ് എന്നുള്ള രീതിയിൽ പറയാനായിട്ട് ട്രെന്റ് ബോൾട്ട് ആണ്. സ്വിംഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വിക്കറ്റ് എടുക്കുന്നുണ്ട്. ജാസ്പ്രീത് ബുംറ എടുത്തു പറയുന്നു, ബെസ്റ്റ് അല്ല, ഇതുവരെയും ബെസ്റ്റ് ആയിട്ടില്ല. കാരണം കഴിഞ്ഞ സൂപ്പർ ഓവറിൽ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലൂസ് ഡെലിവറി, അത് മാത്രമാണ് 4 പോയത്. ബാക്കി എല്ലാം യോർക്കർ ലെങ്ത് ബോളാണ്. ഇതുവരെയും ഇത്രയും മാച്ചസിൽ ഞാൻ നോക്കിയിട്ട് ഇതുവരെയും നല്ലൊരു യോർക്കർ നല്ലോണം അറിഞ്ഞിട്ടില്ല, അതർ ദാൻ ദാറ്റ് സൂപ്പർ ഓവർ. സോ എനിക്ക് തോന്നുന്നു ഒരു വലിയ ഇന്നിങ്സ് വരുന്നുണ്ട്, പവർ പാക്ഡ് ഇന്നിങ്സ്. ബെസ്റ്റ് പെർഫോമൻസ് വരാൻ പോകുന്നതേ ഉള്ളൂ. അതുപോലെ കിങ്സ് 11 പഞ്ചാബ് കാര്യം നോക്കുകയാണെങ്കിൽ KL രാഹുൽ കൺസിസ്റ്റന്റ് ബാറ്റ്സ്മാൻ ആണ്. ഈവൻ ദോ ഹിറ്റ് ചെയ്യുന്നില്ല, ഔട്ട് ഓഫ് ഫോം എന്നുള്ള, അതായത് ബോൾ ടൈം ചെയ്യുന്നില്ല എന്ന് പുള്ളിക്ക് സ്വയമേ തോന്നിക്കഴിഞ്ഞാൽ പുള്ളി വിക്കറ്റ് ത്രോ ചെയ്തില്ല. അതാണ് KL രാഹുലിന്റെ ബെസ്റ്റ് ക്വാളിറ്റി. സോ പുള്ളി ആ ക്രീസിൽ നിന്ന് ടൈമിംഗ് കണ്ടെത്തുന്നവരെ പുള്ളി ആ ക്രീസിൽ നിൽക്കും. അതുകൊണ്ട് ഒരിക്കലും എഴുത്തള്ളാൻ പറ്റത്തില്ല. പെർഫെക്റ്റ് സി ഓപ്ഷനാണ്. മയങ്ക് അഗർവാൾ ഹീസ് അനദർ വൺ ഹു ഈസ് ഇൻ സുപ്രീം ടച്ച്. എനിക്ക് തോന്നുന്നത് രാഹുലിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് മയങ്ക് അഗർവാളാണ്. കാരണം ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റിംഗിലാണെന്നുണ്ടെങ്കിൽ മയങ്ക് അഗർവാൾ ഇപ്പോൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ് സേഫ് ചോയ്സ് ആണ് എല്ലാവരുടെയും. അതുപോലെ കരുൺ നായർ, പുള്ളിയുടെ റോൾ ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഈ ഒരു T20. കാരണം മയങ്ക് അഗർവാളും KL രാഹുലും തന്നെയാണ് ബൾക്ക് ഓഫ് ദി ഇന്നിംഗ്സ് സ്കോർ ചെയ്യുന്നത്. പിന്നെ 15th ഒക്കെ ഓവർ ആയി കഴിഞ്ഞാൽ കരുൺ നായറിനെ പോലെ ഒരു പ്ലെയറിന് ചാൻസ് ഇല്ല. പിന്നെ ബിഗ് ഹിറ്റേഴ്സ് ലൈക്ക് ഗ്ലെൻ മാക്സ്വെൽ അല്ലെങ്കിൽ നിക്കോളാസ് പൂറൻ തന്നെയാണ് ചാൻസ്. സോ കരുൺ നായറിനെ ഇടണമെന്നുണ്ടെങ്കിൽ ടോപ്പ് ഓർഡർ കൊളാപ്സ് വരണം. സോ ടോപ്പ് ഓർഡർ കൊളാപ്സ് വരും എന്നുള്ള രീതിയിൽ മാത്രം പുള്ളിയെ ക്യാപ്റ്റൻ വെച്ചാൽ മതി. ഗ്ലെൻ മാക്സ്വെൽ 1 ഹിറ്റ് അവേ ഫ്രം ക്ലാസിക് ബിഗ് ഷോ ഇന്നിംഗ്സ്. എടുത്ത് പറയാണ് ഗ്ലെൻ മാക്സ്വെൽ ചെറിയൊരു ഗ്ലിംസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരിക്കലും പുള്ളി ഔട്ട് ഓഫ് ഫോം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇംഗ്ലണ്ടിൽ നടന്ന മാച്ചസിൽ പുള്ളി നല്ല രീതിയിൽ ഫോമിലായിരുന്നു. പ്രത്യേകിച്ച് പുള്ളി ഒരു അല്പം ടൈം എടുക്കുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് പൊളാർഡ് 1-2 മാച്ചസിൽ ചിലപ്പോൾ സമയം എടുക്കും. ബട്ട് ഹീൽ സ്ലോലി റീഗെയിൻ ദാറ്റ് ഫോം. നിക്കോളാസ് പൂറൻ ലാസ്റ്റ് മാച്ചിൽ 6 അടിച്ചത് ക്ലീൻ ഹിറ്റ് ആയിരുന്നു, ഒരു ഡൗട്ടും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സേവ് എല്ലാവരും കണ്ടതായിരിക്കും, ബൗണ്ടറിക്ക് അടിയിൽ ഒരു 6 സേവ് ചെയ്തത്. സോ നിക്കോളാസ് പൂറനെ ടീം ബാക്ക് ചെയ്യുന്നത് ഒരു പിഞ്ച് ഹിറ്റ് എന്നുള്ള രീതിയിലാണ്. ടീം ഇപ്പോഴും ബാക്ക് ചെയ്യുന്നതും ആ ഒരു റീസണിലാണ്. എക്സലന്റ് ചോയ്സ് ആണ് GLന് വേണ്ടിയിട്ട്. ജെയിംസ് നീഷാൻ ഒരു ചാൻസ് ഇതുവരെയും കിട്ടിയിട്ടില്ല ഒരു പെർഫോമൻസ് വേണ്ടിയിട്ട്. ബാറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ വളരെ താഴെയാണ് ഇരിക്കുന്നത്, സ്ലോ അല്ല, ലോ ആണ്. ബാറ്റിംഗ് വളരെ താഴെയാണ്. ബൗളിംഗ് വൈസ് ഡീസന്റ് ആണ്. കാരണം ദൂബെ ടൈപ്പ് ഓഫ് ബൗളറാണ്. സർപ്രൈസ് വിക്കറ്റ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ള പ്ലെയറാണ്. സർഫറാസ് ഖാൻ ഇതുവരെയും ഒരു ബാറ്റിംഗ് കിട്ടിയിട്ടില്ല, ഒരു ബാറ്റിംഗ് കിട്ടാൻ പോകുന്നു തോന്നുന്നില്ല. സോ ദർ ഇസ് നോ പോയിന്റ് ടേക്കിംഗ് ഹിം. ഒൺലി വേഴ്സ്റ്റ് കേസ് സിനാരിയോ, അതായത് 5-6 ഒക്കെ വിക്കറ്റ് പോകുമ്പോൾ മാത്രം സർഫറാസ് ഖാൻ എന്നൊരു ബൗളറിനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. സോറി, ആസ് എ ബാറ്റ്സ്മാൻ. രവി ബിഷ്ണോയ് നല്ല രീതിയിൽ തന്നെ ബൗൾ ചെയ്യുന്നുണ്ട്. ഓൾ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഓൺ ദ സ്ലീവ്. ഗൂഗിളി ആണെന്നുണ്ടെങ്കിലും ഫ്ലിപ്പർ ആണെങ്കിലും എല്ലാം തന്നെ ഉണ്ട്. സോ ഹീസ് എ ഡീസന്റ് ചോയ്സ് ഫോർ സ്പിന്നർ.
മുരുകൻ അശ്വിനും അതേ രീതിയിലുള്ള തന്നെ പെർഫോമൻസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുരുകൻ അശ്വിനെ ചിലപ്പോൾ മാറ്റാൻ ചാൻസ് ഉണ്ട്. സോ അൺപ്ലേബിൾ ടൈപ്പ് ഓഫ് ബൗളർ ഒന്നും അല്ല, ബട്ട് എനിവേ ഹീസ് എ ഡീസന്റ് ബൗളർ. ഷെൽഡൻ കോട്രൽ മേ ഗെറ്റ് ട്രാഷ്ഡ്, ബട്ട് ദ സെയിം ടൈം ന്യൂ ബോളിൽ വിക്കറ്റ് എടുക്കാൻ പറ്റിയ ഒരു ബൗളറാണ് കോട്രൽ. എഗൻസ്റ്റ് RCB ഓൾസോ പ്രൈസ് കാർഡ്സ് നല്ല രീതിയിൽ എടുത്തു. വിരാട് കോഹ്ലിയിലേക്ക് വിക്കറ്റ് പുള്ളിയാണ് എടുത്തത്. ബട്ട് ഡോണ്ട് റൈറ്റ് ഹിം ഓഫ്. ഡെത്ത് ബൗളർ അല്ല പുള്ളി, ടിപ്പിക്കൽ ഡെത്ത് ബൗളർ അല്ല, പക്ഷേ വിക്കറ്റ് മാറ്റേഴ്സ് ഇൻ T20. മുഹമ്മദ് ഷാമി കൺസിസ്റ്റന്റ് ആണ്. അറ്റ് ഡെത്ത് പുള്ളി പെർഫെക്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, റൺസ് പോകുന്നുണ്ട്. ബട്ട് ഒരു 6 അല്ലെങ്കിൽ ഒരു 4 പോയി കഴിഞ്ഞാൽ പുള്ളി തിരിച്ചു വന്ന് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി എടുത്തിട്ട് വിക്കറ്റ്സ് എടുക്കാൻ നോക്കുന്നുണ്ട്. സോ മുഹമ്മദ് ഷാമി ഒബ്വിയസ്ലി എല്ലാവരുടെയും സേഫ് ചോയ്സ് ആണ്. എൻ്റെ ഫസ്റ്റ് GL പിക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ടൻ ഡിക്കോക്ക്. വളരെ ഒരു ബിഗ് ഇന്നിങ്സ് ഈസ് റൗണ്ട് ദ കോർണർ. ഈ കഴിഞ്ഞ കഴിവുകളെല്ലാം ഫ്ലോപ്പ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ബാക്ക് ചെയ്യുന്നു ഒരു ഗുഡ് പവർഫുൾ ഇന്നിങ്സിന് വേണ്ടി. അതുപോലെ നിക്കോളാസ് പൂരൻ, സിനാരിയോ വൈസ് പുള്ളിക്ക് ബാറ്റിംഗ് ടൈം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഫുഡാണ് GLന് വേണ്ടിയിട്ട്. കരുൺ നായർ അതുപോലെ തന്നെ ടോപ്പ് ഓർഡർ കൊളാപ്സിൽ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ. സർഫറാസ് ഖാൻ വേഴ്സ്റ്റ് കേസ് ഫുള്ളോ 4-5 വിക്കറ്റ് പോകുന്നുള്ള ഒരു സിനാരിയോയിൽ മാത്രം സർഫറാസ് ഖാനെ നിങ്ങൾ GL പിക്ക് ചെയ്യുക. ഹാർദിക് പാണ്ഡ്യ അതുപോലെ തന്നെ ഒരു പവർ പാക്ക് ഇന്നിങ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഒരൊറ്റ ഇന്നിങ്സ് മതി പുള്ളി തിരിച്ചു വരാനായിട്ട്. സ്ലോലി ഹിറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ആ ഒരു പവർ പാക്ക് ഇന്നിങ്സ് ഇതുവരെ വന്നിട്ടില്ല. നീഷാം ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറാണ്, നോട്ട് എ ബൗളിംഗ് ഓൾറൗണ്ടർ. സോ വിക്കറ്റ്സ് ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ ദൂബെ ടൈപ്പ് ഓഫ് വിക്കറ്റ്സ് കിട്ടിയാലായി. സോ ഹിൽ കം ഹാൻഡി ഇഫ് ടോപ്പ് ഓർഡർ കൊളാപ്സ്. സോ പുള്ളിയെ മാറ്റാനുള്ള ചാൻസസ് ഉണ്ട്. ഓൾറെഡി അവർക്ക് തോന്നുന്നുണ്ട് ബാറ്റിംഗ് ഓർഡർ സ്ട്രെങ്ത് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ നീഷാന് മാറ്റാൻ ചാൻസ് ഉണ്ട്, മുജീബ് വരാനായിട്ട്. കൃണാൽ പാണ്ഡ്യയുടെ ഫൈനൽ കുറച്ച് മാച്ചസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴും പെർഫോം ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ഔട്ടാവും ഉറപ്പാണ്. അനുകുൽ റോയ് റീപ്ലേസ് ചെയ്യും. സോ പുള്ളി ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആണ്. കാരണം മുന്നേയും മുംബൈക്ക് വേണ്ടി ഇതുപോലെ സച്ച് പുവർ പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോഴെല്ലാം ഒരു പവർ പാക്ക് ഇന്നിങ്സുമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. സോ കൃണാൽ പാണ്ഡ്യ ഒരിക്കലും എഴുത്തള്ളരുത്, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട്. കോട്രൽ വിക്കറ്റ്സ്, ഇനിഷ്യൽ വിക്കറ്റ്സ് പിക്ക് ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്. സോ കോട്രൽ നിങ്ങൾ ബാക്ക് ചെയ്യുക. റൺസ് പൊയ്ക്കോട്ടെ, ബട്ട് ഇനിഷ്യൽ വിക്കറ്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. രാഹുൽ ചഹർ അതുപോലെ 1 to 2 വിക്കറ്റ്സ് ഇൻ ദ മിഡിൽ ഓവേഴ്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ മിഡിൽ ഓവേഴ്സിൽ ഒത്തിരിയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഓപ്പോസിഷനിൽ സ്പിന്നിന് കുറച്ച് ഡിഫറൻസ് ഉള്ള സ്പിന്ന് കളിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. സോ രാഹുൽ ചഹർ വളരെയധികം ക്രൂഷ്യലാണ്. ബിഷ്ണോയ് അതുപോലെ തന്നെ മുംബൈ ബാറ്റ്സ്മാൻ ഇൻ ദ മിഡിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യും, പ്രത്യേകിച്ച് ഫസ്റ്റ് ബാറ്റിംഗ് ടൈമിലൊക്കെ. സോ ബിഷ്ണോയ് വളരെയധികം ക്രൂഷ്യൽ പിക്കായിരിക്കും. അതുപോലെ ബുംറ സൂപ്പർ ഓവർ ബൗൾ ചെയ്ത രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി സൂൺ ഹി വിൽ കം ബാക്ക്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം സൂപ്പർ ഓവറിൽ നല്ല രീതിയിൽ തന്നെ ബൗൾ ചെയ്തു, എക്സെപ്റ്റ് 1 ബാഡ് ബോൾ, ആ ഒരു ഷോർട്ട് പിച്ച് ബോൾ. അതർവൈസ് നോക്കുകയാണെങ്കിൽ ബുംറ നല്ല രീതിയിൽ തന്നെയാണ് ആ സൂപ്പർ ഓവർ എറിഞ്ഞത്. അതുപോലെ പാറ്റിൻസൺ, ഹി ക്യാൻ സർപ്രൈസ് യു വിത്ത് 3 to 4 വിക്കറ്റ്സ്. പറയാൻ എടുത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബാഷിൽ ഇതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ 5 വിക്കറ്റ്സ് വരെ എടുത്തിട്ടുള്ള ഒരു ബൗളറാണ് പാറ്റിൻസൺ. പക്ഷേ കണ്ടീഷൻസ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫേവർ ചെയ്യുന്ന സ്പിന്നേഴ്സിനെയാണ്, അല്ലെങ്കിൽ സ്ലോ ബോളേഴ്സിനെയാണ്. സോ പാറ്റിൻസൺ അങ്ങനെ ഒരു സർപ്രൈസ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് പാറ്റിൻസൺ ഈസ് എ വെരി ഗുഡ് ബൗളർ ഹു ഈസ് എ കപ്പാസിറ്റി ടു ടേക്ക് 3 to 4 വിക്കറ്റ്സ് മിനിമം. കൂൾട്ടർനൈൽ ടിപ്പിക്കൽ GL മെറ്റീരിയലാണ്. ഹിറ്റ് ദ ബോൾ വെരി വെരി ഹാർഡ്. അതുപോലെ തന്നെ വിക്കറ്റ്സ് എടുക്കാൻ ഒത്തിരിയധികം ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ് കൂൾട്ടർനൈൽ. സോ മാച്ച് നടക്കാൻ പോകുന്നത് എടുത്തു പറഞ്ഞില്ല, അത് അബുദാബിയിലാണ് നടക്കാൻ പോകുന്നത്. സോ യൂസ്ഡ് പിച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിച്ച് സ്ലോ ആയി തുടങ്ങുന്നുണ്ട്. സോ മോർ ഓഫ് എ ബൗളിംഗ് ഫ്രണ്ട്ലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തരക്കേട് പറയാനില്ല. കാരണം ഇനി അങ്ങോട്ട് പോകുന്നതോറും കുറച്ചും കൂടെ ബൗളിംഗ് ഫ്രണ്ട്ലി ആവും. കാരണം യൂസ്ഡ് പിച്ചസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ലോ ആവും. സോ നിങ്ങൾ ഈ ഒരു കാര്യം എടുത്തിട്ട് വേണം GL പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.